സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രനോട് ആര്യം പറയുന്നു, നിനക്ക് നല്ല കാര്യമല്ലേ, നീ രക്ഷപ്പെട്ടില്ല എന്നപ്പോൾ മനസ്സിലായില്ല, എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചപ്പോൾ, നിന്റെ കാമുകം തേച്ചിട്ട് പോയെങ്കിൽ നിനക്ക് ഉടനെ തന്നെ അടുത്ത ആളെ കിട്ടിയില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ മിത്രയ്ക്ക് അത് ആകെ അടി കിട്ടിയ പോലെയാവും. ആര്യന് എന്നെ മനസ്സിലാവുന്നുണ്ട്, പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയി, പറയാൻ പാടില്ലാത്തതെന്ന് പറയും. അങ്ങനെ മിത്ര വിഷമിച്ച് നിൽക്കുമ്പോൾ ആര്യം പറയും സോറി. മനസ്സിലിങ്ങനെ ആര്യം പറയുന്നുണ്ട്, അയ്യോ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയല്ലോ. എന്നിട്ട് പിന്നെ മിത്രനോട് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോറി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, പെട്ടെന്നുള്ളതിൽ പറഞ്ഞാണ്, മനസ്സിലായി. ഞാൻ തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ. മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ശരീരത്തിലൊന്ന് തൊടാൻ പോലും ഞാൻ അവനെ സമ്മതിച്ചിട്ടില്ല. പിന്നെ അറിവില്ലാത്ത പ്രായത്തിൽ കുറച്ച് നാൾ എൻ്റെ കൂടെ എൻ്റെ ജീവിതത്തിൽ അവരുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ആ തെറ്റിനുള്ള ശിക്ഷ ഞാൻ സ്വയം ഏറ്റെടുത്തതല്ലേ. ഞാൻ മരിക്കാൻ പോയ എന്നെ നിങ്ങൾ എന്തിനു പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ വിധം അതിനേക്കാൾ വലിയൊരു ചതിയിലേക്കല്ലേ ഇപ്പം എന്നെ കൊണ്ട് നിർത്തിയേക്കണേന്നൊക്കെ ചോദിക്കും. ഇനി അതൊന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് വഴക്ക് തിരിക്കണ്ട, ഞാൻ മാപ്പ് പറഞ്ഞില്ലേ, ഞാൻ അറിയാണ്ട് പറഞ്ഞാന്നൊക്കെ പറയും. പറഞ്ഞോ, നീ എന്തോരം വേണമെങ്കിലും പറഞ്ഞോ, എനിക്കൊരു വിഷമവും ഇല്ല എന്നൊക്കെ ഇത്രയും പറയും. ആകെ ഒരു കാര്യം പറയാനുള്ളൂ, കോളേജിൽ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചെങ്കിലും വഴക്കുണ്ടാക്കാൻ വരരുതെന്ന് പറയുമ്പോൾ ശ്രമിക്കാന്ന് പറയും. ഇതേ സമയം തന്നെ ഗോമതി പുറത്ത് നിന്നിട്ട് മോളെ മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഗോമതിരെ വിളിയായിട്ട് കൃഷ്ണമംഗലത്ത് എല്ലാവരും പുറത്തേക്ക് തലയൊക്കെ എത്തിച്ചിട്ട് നോക്കുന്നുണ്ട്. മീനാക്ഷി ഒന്ന് ചോദിക്കും, എന്തിനാ അമ്മ ഇങ്ങനെ ഒച്ചെടുക്കണമെന്ന് ചോദിക്കും. അതേ ഇത്രയും ആര്യന് കോളേജിലേക്ക് പോകാൻ പോയല്ലേ, അപ്പം ഇന്ന് അവർ പോണതൊക്കെ നോക്കി ചില ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടാവും, അതൊക്കെ അതിന് വേണ്ടിയിട്ട് വിളിച്ചാണ്, അവർ അറിയാൻ വേണ്ടി വിളിച്ചാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ സൂത്രമാണെന്ന് പറഞ്ഞപ്പോൾ, നിനക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ അമ്മയുടെ മരുമോളല്ലേ, എനിക്കറിയാം അമ്മയുടെ സ്വഭാവമൊക്കെ എന്ന് പറയും. ആ സമയത്ത് മിത്രയും ആര്യനും വരും. മോനെ വേഗം പോ, വണ്ടിയിൽ കയറി എന്നൊക്കെ പറയും. അങ്ങനെ മിത്ര ആര്യൻ്റെ വണ്ടിയിൽ കയറുന്നു. ആ സമയത്ത് അച്ഛമ്മ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ആ കാഴ്ച കാണുന്നുണ്ട്. അച്ഛമ്മയ്ക്ക് വലിയ ഇഷ്ടമാവുന്നുണ്ട്. രാജശ്രീ, അതുപോലെ തന്നെ അച്യുതൻ, നന്ദിത, ചേട്ടത്തി അനിയത്തിയും ജനലിൻ്റെ ഇടയിൽ കൂടെ നോക്കും. അച്ഛനും അച്ഛമ്മയും ചെറിയച്ഛനും വാതുക്കൽ വന്നു നോക്കുന്നുണ്ട്. അങ്ങനെ മിത്രേര് വഴക്കുണ്ടാക്കണ്. വണ്ടിമ കയറി നിന്നിട്ട് രണ്ടുപേരും വഴക്കുണ്ടാക്കണം. അതെ ഇന്ന് ആദ്യമായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിന്നെ വണ്ടിമ കയറ്റിയത്, ഇനി ഇങ്ങനെ ഉണ്ടാവുമെന്നൊന്നും വിചാരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് മിത്രയും വഴക്ക് കൂടുന്നുണ്ട്. മീനാക്ഷിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. മീനാക്ഷി അമ്മയോട് പറയുന്നുണ്ട്, അമ്മ അതേ രണ്ടുപേരും വഴക്കുണ്ടാക്കുന്നത് തോന്നുന്നുണ്ട് കേട്ടാന്ന് പറഞ്ഞാൽ വാ നമുക്ക് അവരത്തേക്ക് ചെല്ലാന്ന് പറയും. എന്നിട്ട് മോള് നല്ലോണം പഠിക്കണം കേട്ടോ, മോനെ മിത്രനെ സൂക്ഷിച്ച് കൊണ്ടോണേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മറ്റുള്ളവർ അവർ കേൾക്കുന്നുണ്ട്. അവർ കേൾക്കാൻ വേണ്ടി ഇത് പറയുന്നുള്ള കാര്യവും ഇത്രയ്ക്കും മീനാക്ഷിക്കും ആര്യനൊക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നാ പൊക്കോളാൻ പറയും. അങ്ങനെ മിത്ര അതെ അപ്പം ആര്യം പറയുന്നുണ്ട്, നിന്റെ വീട്ടുകാർ കാണാൻ വേണ്ടി മാത്രം വേണമെങ്കിൽ എൻ്റെ തോളിൽ കൈ വെച്ചോളാൻ പറയും. അതിനുവേണ്ടി മാത്രം എന്ന് പറയുമ്പോൾ മിത്ര അങ്ങനെ തോളിൽ കൈ വയ്ക്കും. അപ്പം മീനാക്ഷി പറയും മിത്ര തോളിൽ നിന്ന് കൈയെടുത്ത് ശരിക്കും കെട്ടിപ്പിടിക്കാൻ പറയും. അങ്ങനെ മിത്ര അങ്ങനെ ചെയ്യിഷ്ടില്ലാത്ത മനസ്സോടെ അങ്ങനെ ചെയ്ത് അങ്ങനെ അവർ പോണ കാണുമ്പോൾ അനന്തവർമ്മയ്ക്കും അവർക്ക് എല്ലാവർക്കും വിഷമാവുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അല്ലാകത്തേക്കൊക്കെ കയറിപ്പോവും. പിന്നെ വഴിയിലെത്തുമ്പോൾ മിത്രനെ എന്നോട് ഇറങ്ങാൻ പറയും. അങ്ങനെ മിത്ര ഇറങ്ങുമ്പോൾ ഇനി ഇവിടുന്ന് നീ പോയാൽ മതി, നിന്റെ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി എൻ്റെ അമ്മ ചെയ്തതാണ്, എന്നും ഇങ്ങനെ ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായി എന്ന് പറഞ്ഞ് ആര്യം പിന്നെയും ഓരോന്നൊക്കെ പറഞ്ഞ് മിത്രനെ വിഷമിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം മിത്ര ഒരു വഴിക്കും ആര്യൻ ഒരു വഴിക്കും പോകും. പിന്നീട് ആര്യൻ്റെ വണ്ടി രണ്ട് ഗുണ്ടകൾ തടയുന്നുണ്ട്. എന്താ ആരാ നിങ്ങളൊക്കെ എന്ന് വെച്ചപ്പോൾ, നിന്നെ ഞങ്ങളൊന്ന് പരിചയപ്പെടാൻ വന്നാണ്, നിനക്ക് കൃഷ്ണമംഗലത്തെ വീട്ടിലെ പെണ്ണിനെ വേണോ അല്ലേടാ വിവാഹം കഴിക്കാമെന്ന് വെച്ചപ്പോൾ, ഇപ്പം മനസ്സിലായി ഇതാണല്ലേ കാര്യം എന്ന് പറയും. അങ്ങനെ ആരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയും, അതെ എന്നൊരു കാര്യം ചെയ്യും, ഞാൻ ആരെ സ്നേഹിക്കണം ആരെ വിവാഹം കഴിക്കണം എന്ന് നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കിത്താ, ഞാൻ അതുപോലെ ചെയ്യാമെന്ന് പറയും. ആടാ ഞാൻ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വണ്ടി കൊണ്ട് ഒരടി ആര്യൻ അടിക്കുന്നുണ്ട്. ആര്യൻ പെട്ടെന്ന് തെറിച്ച് വീഴുന്നുണ്ട്. പക്ഷെ അപ്പം തന്നെ ആര്യൻ ചാടി എഴുന്നേറ്റ് അവർക്ക് രണ്ടുപേർക്കും തലങ്ങും വിലങ്ങും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ തോൽക്കുമെന്നുള്ള അവസ്ഥ വന്നപ്പോഴാണ് അലോക് ചാടി വീഴുന്നത്. അലോക് ആര്യൻ അടിക്കുമ്പോൾ ആര്യൻ തിരിച്ചടിക്കണമെന്നില്ല, അടി കൊള്ളണ്, തല നെറ്റിയൊക്കെ പൊട്ടുന്നുണ്ട്. ആ സമയത്ത് തന്നെ അടിക്കടാ, എന്താടാ നീ എന്നെ തിരിച്ചടിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിന്നെ തല്ലില്ലടാ, നീ എൻ്റെ അളിയനാണ് എന്ന് പറയും, നീ എൻ്റെ ഭാര്യയുടെ ആങ്ങളെ സഹോദരനാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ അടിക്കില്ല, നീ എത്ര അടിച്ചാലും ഞാൻ കൊള്ളും. എടാ എത്രയും പെട്ടെന്ന് നീ ആ സ്വർണവും പണവും ഞങ്ങൾക്ക് തിരിച്ചു തരണം. എടാ ഞാൻ പറഞ്ഞതല്ലേ ആ സ്വർണം ചിലവായി പോയി, എടാ നീ നോണ പറയണ്ട, ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും സ്വർണം ചിലവായി പോവില്ല, നിന്റെ വീട്ടിൽ തന്നെ ആ സ്വർണ്ണം ഉണ്ട്, നീ തരാണ്ടിരിക്കാനുള്ള വഴിയാണ്, മര്യാദയ്ക്ക് സ്വർണവും പണവും തിരിച്ചു തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഇനിയും ഇതേപോലെയൊക്കെ കാണുവടാന്നൊക്കെ പറഞ്ഞ് പിന്നെയും ആര്യനെ തലങ്ങും വിലങ്ങൊക്കെ അടിക്കുന്നുണ്ട്. അതേസമയം തന്നെ കടയിൽ നമ്മുടെ ബാലൻ ബ്രോക്കറോട് നമ്മുടെ ആനന്ദിന് എത്രയും പെട്ടെന്നൊരു വിവാഹം വേണമെന്ന് പറയുന്നുണ്ട്. പെൺകുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് എല്ലാ കാര്യങ്ങളും തീരുമാനമായതിനു ശേഷം എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അനിയന്മാർ കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഞാനും കോമതിയും മാത്രം വരുള്ളൂ. കഴിഞ്ഞ തവണ എൻ്റെ ആനന്ദിന് വല്ലാത്ത വിഷമം ഉണ്ടാക്കി, ഇനി അങ്ങനെ ആനന്ദിനെ വിഷമിപ്പിക്കാൻ തയ്യാറല്ല എന്ന് പറയും.
അങ്ങനെ ബ്രോക്കർ ഉറപ്പ് കൊടുത്ത് പോകും. അതിനുശേഷം പാലം പോകുമ്പോഴും പത്രത്തിൽ പരസ്യം കൊടുക്കാൻ നോക്കുന്നുണ്ട് മാമനും ആഘോഷും അതുപോലെ തന്നെ രാമേട്ടനും കൂടിയിട്ട് ഒരേ കാര്യങ്ങളൊക്കെ സൽസ്വഭാവിയായ പെൺകുട്ടി മാത്രം മതി, സ്വത്തൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആകാശം ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ കൃഷ്ണേട്ടൻ ചോദിക്കുന്നുണ്ട്, സോറി രാമേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്നടാ ധർമ്മ നിനക്ക് പെണ്ണൊന്നും വേണ്ട? അയ്യോ എനിക്കിപ്പോൾ ഒന്നും വേണ്ട, ഞാൻ എന്തിനാ കല്യാണം കഴിഞ്ഞ് അപ്പോഴത്തേനും ആകാശ് 4 കൊല്ലം കഴിയുമ്പോൾ അനുവിൻ്റെ കല്യാണം കഴിയും, അനുശ്രീയുടെ കല്യാണം കഴിഞ്ഞ് ആര്യൻ്റെയും ആനന്ദിൻ്റെയും അതുപോലെ തന്നെ ആകാശിൻ്റെ കുട്ടികളുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് മതി അതുവരെ ഞാനിങ്ങനെ ജീവിച്ചോണ്ടെന്നൊക്കെ പറയും. അതിലൊരു നിരാശ തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് ധർമ്മൻ സാധനങ്ങളൊക്കെ കൊണ്ട് ദേവമംഗലത്തേക്ക് പോകുന്നുണ്ട്. ചേച്ചി പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്, ഇനി വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കും. ഒന്നും വേണ്ടടാന്ന് പറയും. പറയുന്നുണ്ട് ചേച്ചി അനന്തേട്ടൻ്റെ സ്വഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഗോമതിക്ക് സന്തോഷമാകുന്നുണ്ട്. അനന്തേട്ടൻ ഇപ്പോൾ പഴയ ദേഷ്യം കാര്യങ്ങളൊന്നുമില്ല, ഒന്നും അരിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാത്തിനും ഇരട്ടിയായിട്ട് അച്യുതേട്ടന് കൂടിയിട്ടുണ്ടെന്ന് പറയും. അത് പിന്നെ അലോകിൻ്റെ കല്യാണം മുടങ്ങിയതിൽ രാജശ്രീ ഏട്ടത്തിക്കും വിഷമമുണ്ട്, ഇത്തിരി ദേഷ്യമൊക്കെ ഇട്ടെന്ന് പറയും. അപ്പം എന്തായാലും അതൊക്കെ മാറിക്കോളടാ, ഇന്ന് തന്നെ കണ്ടില്ലേ എത്ര സ്നേഹത്തോടെയാണ് ആര്യനും ഇത്രയും കൂടെ പോയത്. അവർ രണ്ടുപേരും ഒരുമിച്ച് പോകണപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞടാന്നൊക്കെ പറയും. ചേച്ചിയുടെ വർത്താനം കേട്ടിട്ട് ചേച്ചി ഇത് ആഗ്രഹിച്ച പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എടാ എന്തായാലും അവരെ കല്യാണം കഴിഞ്ഞില്ല, പിന്നെ ആഗ്രഹിക്കാണ്ട് നിവർത്തില്ലല്ലോ എന്നൊക്കെ പറയും. അതാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ ആര്യൻ ആനന്ദിനെ വിളിക്കുന്നുണ്ട്, വിളിച്ച് വിവരങ്ങളൊക്കെ പറയും. അങ്ങനെ ആനന്ദ് ആകാശിനെ വിളിച്ച് ആര്യനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി സ്റ്റിച്ചൊക്കെ ഇട്ട് നെറ്റിമേലെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് വീട്ടിലേക്ക് വരികയായിരിക്കും. അപ്പം ധർമ്മൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിട്ട് ചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ചേച്ചിക്ക് ഈ വിവാഹത്തിൽ എന്തോ കാര്യമായിട്ട് പങ്കുണ്ടോ അല്ലെങ്കിൽ ചേച്ചിക്ക് അറിവുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. എന്തായാലും ചേച്ചി ഈ കല്യാണം ആരുടെയോ, ഈ കല്യാണത്തിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട് അത് എനിക്ക് ഉറപ്പുണ്ടെന്ന് ധർമ്മം പറയുമ്പോൾ നീ പോടാ, അവരെ കല്യാണം കഴിഞ്ഞപ്പോൾ തുടങ്ങിയാണ് നിൻ്റെ സംശയം, നീ ഇങ്ങനെ ഒന്നും പറയരുതിട്ടാന്നൊക്കെ പറയും. അതിനുശേഷം വണ്ടി വരുന്നുണ്ടാവും, വണ്ടി വരും. ഇപ്പോൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് പോയല്ലോ, രണ്ടുപേരും കൂടെ ഒന്നിച്ച് വരുമോ എന്നറിയാം നമുക്ക് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താവും ഓട്ടോറിക്ഷ വരുന്നത്. അതിൽ നിന്ന് ആകാശും ആനന്ദും കൂടെ നമ്മുടെ ആര്യനെ പിടിച്ചിറക്കിക്കൊണ്ട് വരുന്നുണ്ട്. എന്ത് പറ്റിയടാന്ന് വെച്ചപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടെന്ന് പറയും. ആക്സിഡൻറ്റ് നീ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ് ഗോമതി കരയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ മാമൻ പറയും സത്യം പറയടാ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ പെട്ടെന്ന് ആകാശം ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുമ്പോൾ അത് ഗോമതി കാണും. പറയടാ ഇവൻ എന്തോ വിളിച്ചേക്കുന്നത്, എന്താടാ എന്തെന്നായാലും എന്നോട് പറയണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഗോമതി ദേഷ്യപ്പെടുന്നു. പറയും ഞാൻ പറയാന്ന് പറയും. ആനന്ദ് പറയുന്നത് അലോകും ഗുണ്ടകളും ചേർന്ന് കോളേജിലേക്ക് പോണ വഴിക്ക് ആര്യനെ ആക്രമിച്ചെന്ന് പറയും. അപ്പം മിത്രമോളോ എന്ന് ചോദിക്കും. മിത്രനെ നേരത്തെ ഇറക്കി അവൻ വണ്ടിയിൽ നിന്ന് വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അത് ശരി, എൻ്റെ മോൻ്റെ ദേഹത്ത് തൊടാറായോ, എന്നാൽ പിന്നെ കണ്ടിട്ടുള്ള കാര്യങ്ങളെന്ന് പറയും. എന്തായാലും ആര്യം പറയും വേണ്ടമ്മേ, ഒരേ ഒരു പെങ്ങളെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നവനല്ല ഞാൻ, അപ്പം അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും, ഇത് ഇതോടുകൂടി തീരണമെങ്കിൽ തീർന്നോട്ടെ എന്ന് പറയും. എന്തെന്നെ നീ പറഞ്ഞാലും ശരി തന്നെ, എനിക്ക് ഇതിൽ ചോദിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഗോമതി അങ്ങനെ ഇറങ്ങി സാരിയൊക്കെ പിടിച്ച് ഇങ്ങനെ കുത്തി ഇറങ്ങി പുറപ്പെടുന്നു. അവിടെ ചെന്നിട്ട് കൃഷ്ണമംഗലത്തിൻ്റെ വാതിൽക്കൽ ചെന്നിട്ട് ആരുമില്ലടാ ഇവിടെ, എൻ്റെ മോനെ ആര് കണ്ടടിക്കേണ്ട, ഇങ്ങോട്ട് ഇറങ്ങി വാടാന്ന് പറയും. നീ ഇങ്ങോട്ട്, അപ്പം എല്ലാവരും കൂടി വാതിൽക്കൽ വന്ന് നിൽക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരുന്ന പറയാം. പിന്നെ നിവർത്തിലുണ്ടായപ്പോൾ അലോക അവിടെ വരും. എന്താ ഇവിടെ കിടന്ന് ഒച്ചെടുക്കണേന്ന് ചോദിക്കും. ആ സമയത്ത് ആകാശ് എന്ന് ചോദിക്കും നീ എൻ്റെ അനിയനെ തല്ലാറായില്ലടാ എന്ന് ചോദിച്ച് രണ്ടുപേരും കൂടെ അങ്ങനെ നല്ലൊരു സംഘടനത്തിനുള്ള ഒരു ഭാഗമാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.